അപ്പോൾ നമ്മളിന്ന് സൂറത്തിലുള്ളത്, ഗുജറാത്തിൽ. എങ്ങനെ ഇവിടെ എത്തിയെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്നൊക്കെ നമ്മൾ ഇന്നലെ രാത്രി പ്ലാൻ ഇട്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോളോവർ നമുക്കൊരു സാധനം അയച്ചെന്ന്. ഇത് നമ്മൾ അംബാനിയും ഭാര്യയും വരെ ക്യൂ നിന്ന് കഴിച്ചൊരു പലഹാരം. ആരാ അയച്ചതെന്നൊന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അവൾ പറഞ്ഞത്. അതുകൊണ്ട് അവളെ പേര് ഞാൻ പറയണില്ല. നമ്മളേതായാലും ഇത് കഴിക്കാൻ പോയാലോ എന്നൊരു പ്ലാൻ ഉണ്ട്. ഇത് മുംബൈയിലാണ്. ഇവിടുന്ന് ഒരു 4 മണിക്കൂർ ട്രെയിൻ പിടിച്ചാൽ മുംബൈയിലെത്താം. ഞാൻ മിഥുനേട്ടനോട് ചോദിച്ചു എന്താ ചെയ്യാമെന്ന്. മിഥുനേട്ടൻ പറഞ്ഞു ഏതായാലും നനഞ്ഞില്ലേ, നീ കുളിച്ച് കയറാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം ഫോളോവർ പറഞ്ഞ പോലെ ഈ ഭക്ഷണം ഒന്ന് ട്രൈ ചെയ്യാൻ പോയി നോക്കുകയാണ്. എവിടെ? മുംബൈയിൽ. ഇതൊരു ഗുജറാത്തി ഫുഡാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഒരു ഗുജറാത്തി ഫുഡ് കഴിക്കാൻ നമ്മൾ ഗുജറാത്തിൽ നിന്ന് ബോംബേക്ക് പോവാണ്, മഹാരാഷ്ട്രയ്ക്ക്. എന്തുകൊണ്ട്? അംബുബായും ഭാര്യയും വരെ ക്യൂ നിന്ന് കഴിച്ചണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്താ അതിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ. ഇതാണ് കേട്ടോ ഡയമണ്ട് മാർക്കറ്റ്. ഇവിടെ ഇങ്ങനെയാണ് സംഭവം. സാധാ ഒരു നോർമൽ മാർക്കറ്റ് തന്നെ, പക്ഷേ അതിൽ നമുക്ക് ഇതുപോലുള്ള വലിയ വലിയ കോംപ്ലക്സുകളാണ്. എന്നാലും നമ്മൾ ടെക്സ്റ്റൈൽ മാർക്കറ്റ് കണ്ട പോലെ ഇത് ഡയമണ്ടിൻ്റെ ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഓരോ ഓഫീസുകളാണ്. ടെക്സ്റ്റൈൽ മാർക്കറ്റ് പോലെ എല്ലാം കൂടി പുറത്ത് വലിച്ചു വാരി ഇട്ടതല്ല, എല്ലാം വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഓരോ ഓഫീസുകളാണ്. അങ്ങനെ ഓരോ ഓഫീസ് നമ്പർ ഇട്ടിട്ട് പുറത്ത് സെക്യൂരിറ്റി നിന്നിട്ടാണ് ഡയമണ്ട് വിൽക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഉള്ളിൽ കയറുമ്പോൾ ഒന്ന് കാണാം അവർ ടെസ്റ്റ് ചെയ്യണതും ഇതാക്കുന്നതൊക്കെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റുമോ ഞാൻ ചോദിച്ചില്ല. അവിടുത്തെ അന്തരീക്ഷം കണ്ടിട്ട് എനിക്ക് പറ്റില്ല എന്ന് തോന്നി. ഇതൊരു ഫുഡ് സ്ട്രീറ്റും കൂടിയാണ് കേട്ടോ. ഇവിടെ ഫുള്ള് ഫുഡിൻ്റെ ഷോപ്പുകളാണ്, ചെറിയ ചെറിയ ഷോപ്പുകൾ. ഇന്ന് രാവിലെ ഇവിടെ കുറച്ച് മഴ പെയ്താണ്, അതുകൊണ്ടാണ് റോഡൊക്കെ നനഞ്ഞടക്കണേ. അതുകൊണ്ട് തന്നെ ചൂടിനൊരു ചെറിയ ആശ്വാസമുണ്ട്, എന്നാലും വിങ്ങലുണ്ട്. ഇപ്പോൾ ഈ കാണേണ്ട പോലുള്ള കോംപ്ലക്സുകളാണ്. അതുപോലെ ഒരുപാട് കോംപ്ലക്സ് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോയി നോക്കണം. കണ്ടോ, ഇവിടെ ഭയങ്കര ചെക്കിംഗ് ആണ്. പുറത്തിറങ്ങുന്ന ആൾക്കാരും ഉള്ളിൽ കയറുന്ന ആൾക്കാരും ഒക്കെ ചെക്ക് ചെയ്യും. ഇതേപോലെ ബേസിക് ചെക്കിംഗ് ലെവൽ മുതൽ ഹൈ ലെവൽ ചെക്കിങ് വരെ ഉണ്ട്. ഉള്ളിലേക്കൊക്കെ കയറുമ്പോൾ, പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നോക്കും, ഉള്ളിലേക്ക് കയറുമ്പോഴും എന്തൊക്കെ കയ്യിലുള്ളത് നോക്കും. സംഭവം കാണാനൊരു ലോക്കൽ ഏരിയ ആണെങ്കിലും സംഭവം വലിയ സെറ്റപ്പിലാണ് നടക്കുന്നത്. കണ്ടോ, ഇതൊക്കെ ഈ ഓരോ ഓഫീസ് മുറിയും ഡയമണ്ടിൻ്റെ ഡീലേഴ്സാണ്. ഇതൊന്നും ഓർണമെൻറ്റ്സ് അല്ല കേട്ടോ, റോ ഡയമണ്ടാണ്. അതായത് പോളിഷ്ഡ് ഡയമണ്ട്സ് ആണ്. നമുക്ക് മാനുഫാക്ചേഴ്സിന് വന്ന് വാങ്ങാം. കാണുമ്പോൾ നമുക്കൊരു ഹോസ്റ്റൽ പോലെയൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയാണ് സാധനങ്ങളുള്ളത്. അതൊക്കെ ഓരോ ഓഫീസാണ്. ഇതിൽ വേറൊരു കാര്യം കണ്ടതെന്ന് വെച്ചാൽ 1-2 സ്ഥലത്ത് എഴുതി വെച്ച കണ്ട് ലാബ് ഗ്രോൺ ഡയമണ്ട്സ് എന്ന്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ അത് നമ്മൾ കേട്ട പോലെ കുഴിച്ചെടുക്കുന്ന ഡയമണ്ട്, നാച്ചുറലി കിട്ടുന്ന ഡയമണ്ട് അല്ല, കെമിക്കൽ റിയാക്ഷൻ വഴി ലാബിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഡയമണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പുറത്തിറങ്ങുകയാണ്. ഇതുപോലെ ഇതിൻ്റെ അപ്പുറം ഇപ്പുറം കാണുന്ന എല്ലാ ബിൽഡിങ്ങും ഇതേപോലെ ഡയമണ്ടുകളുടെ ഓഫീസാട്ടോ. ഒരുപാട് ഓഫീസുകളുണ്ട്. നമുക്ക് ഡയമണ്ട് ബിസിനസ്സോ ജ്വല്ലറി മാനുഫാക്ചറിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ വരാം, സംസാരിക്കാം, ബന്ധപ്പെടാം, കാര്യങ്ങൾ നോക്കാം. നമുക്കിപ്പോൾ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിതൊക്കെ ഒന്ന് കണ്ടിങ്ങനെ നടക്കുകയാണ്. പിന്നെ ഇതാ ഇവിടെ ഡയമണ്ടിൻ്റെ ഷോപ്പിൻ്റെ അത്രയും തന്നെ ഇവിടെ ഉള്ളത് ഫുഡുകളാട്ടോ. പല പല വെറൈറ്റി ജാതി സാധനങ്ങളുണ്ട്. എന്താണെന്നുള്ളതൊന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ നിന്നില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ്. പിന്നെ ഇവിടെ മെയിൻ ഒരു ജംഗ്ഷൻ ഉണ്ട്. ഈ ജംഗ്ഷനിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് വേണമെങ്കിൽ വണ്ടി കിട്ടും. എന്നിട്ട് നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി പോകാമെന്നാണ് ഇപ്പോൾ പ്ലാന്. സംഭവം വൈകുന്നേരമാണ് നമ്മളെ ട്രെയിന്, എന്നാലും മെല്ലെ മെല്ലെ ആ ഭാഗത്തേക്ക് പോകണം. ഇതൊന്ന് കാണാൻ വേണ്ടി മാത്രം ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ്. ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞപ്പോൾ. ഇതിൻ്റെ ഓപ്പോസിറ്റൊക്കെ ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഓപ്പോസിറ്റും നല്ല ക്രൗഡുണ്ട് ഈ ഒരു മാർക്കറ്റിൽ. ഇന്നലെ കണ്ട സ്ഥലം പോലെയൊന്നും അല്ല. ഇവിടെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 90% ഡയമണ്ടും സൂറത്തു നിന്നാണ് പോകുന്നത്. ഇതിൻ്റെയൊക്കെ മെയിൻ ഓഫീസ് മുംബൈയിലായിരുന്നു, പക്ഷേ അതിപ്പോൾ സൂറത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് കേട്ട്. പക്ഷേ കുറച്ചും കൂടി ഔട്ട്സ്കേർട്ടിലേക്കാണ്. നമ്മളൊക്കെ അവിടെയൊക്കെ പോകാൻ ഒരുപാട് ദൂരമുണ്ട്. ഏതാണ്ട് ഒരു 500 രൂപയ്ക്ക് യൂബർ എടുത്ത് പോകണം, ഒരു 45 മിനിറ്റ് ട്രാവൽ ചെയ്യാണ്ട്. അതുകൊണ്ട് പിന്നെ എനിക്ക് അത്ര സമയമില്ലാത്തതുകൊണ്ട് പോയില്ല. ഇതൊക്കെ മിക്കവാറും ഇവിടെയുള്ള ഡയമണ്ട് ഈ സ്ഥലത്ത് ഓഫീസുകളിലെ ടെസ്റ്റർമാർ, ജോലിക്കാർ, പിന്നെ ഡീലർമാർ എല്ലാവരും ആയിരിക്കും. ഒരു ലഞ്ച് ബ്രേക്ക് സമയമായതുകൊണ്ട് തന്നെ ലഞ്ച് കഴിക്കാനൊക്കെ പുറത്തിറങ്ങിയതായിരിക്കാം. എന്താണ് സംഗതി നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഒരുപാട് ആളുകൾ ഈ സമയത്ത് ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട്. എല്ലാം ഒരേ അളവിലും ലുക്കിലും രൂപത്തിലും ഏതാണ്ട് ഒരേ പ്രൊഫഷണൽ സ്റ്റൈലിലുള്ള ആൾക്കാരാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പം ഈ ലാബുകളിലുള്ള ഡയമണ്ട് ടെസ്റ്റർമാർ അങ്ങനത്തെ ആൾക്കാരാവാനാണ് ചാൻസ്. എന്തായാലും നല്ല രസമാണ് ഇങ്ങനെ കാണാൻ. എല്ലാ ഓഫീസും കണ്ടില്ലേ, നല്ല ഇരുമ്പിൻ്റെ മറ്റേ ഗ്രിൽസൊക്കെ ജനലിന് വരെ പിടിപ്പിച്ചിട്ട് ഫുൾ സെക്യൂരിറ്റിയിലാണ് സംഗതി നടക്കുന്നത്.
ഈ സ്ട്രീറ്റിലേക്ക് വരുമ്പോഴത്തിന് കുറച്ചും കൂടിയും ഓഫീസുകൾ പഴയ സ്റ്റൈലിലാണ്. ഇവിടെ ബിൽഡിങ്ങിലല്ലാതെ കോംപ്ലക്സിലല്ലാതെ കുറേ ഓഫീസുകളുണ്ട്. ചെറിയ ചെറിയ ഓഫീസുകൾ പഴയ സ്റ്റൈൽ ഓഫ് ബിൽഡിങ്ങുകളിലാണ് സാധനമുള്ളത്. ഇവിടേക്ക് വരുമ്പോൾ കുറച്ചുകൂടി സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ കുറവാണ്. വലിയൊരു ടൈറ്റൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ കയറിയിട്ട് ഒന്ന് സംസാരിച്ചൊക്കെ നോക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ചെറിയൊരു മർച്ചൻറ്റിൻ്റെ അടുത്ത് കയറി കാര്യമൊക്കെ ഒന്ന് വേണമെങ്കിൽ അന്വേഷിച്ച് അറിയാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, ഇന്നിവിടെ നല്ല മൂടിയൊരു കാലാവസ്ഥയാണ്. നല്ല കാർമേഘമുണ്ട്. പക്ഷെ ഇതുവരെ സ്ട്രോങ് ആയിട്ട് പെയ്താൽ നമ്മളെ കാര്യം പോക്കാണ്. നമ്മളെ കയ്യിൽ കുടയില്ല, ഒന്നുമില്ല. നമ്മളിപ്പോൾ ഒരു യൂബർ വെയിറ്റ് ചെയ്യാണ്. ഒരു ഓട്ടോ പിടിച്ചിട്ടുണ്ട്. നമുക്കിവിടുന്ന് നേരെ ഒരു കോട്ട ഉണ്ട്, സൂറത്ത് കോട്ട. അതൊന്ന് പോയി കാണാമെന്ന് വെച്ചാൽ ഏതായാലും സൂറത്ത് വരെ വന്നല്ലേ. അപ്പോൾ അതൊന്ന് പോയി കാണാമെന്ന് വെച്ചിട്ട് അവിടെയൊക്കെ യൂബർ എടുത്തിട്ടുണ്ട്. യൂബറിന് വെയിറ്റ് ചെയ്യാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ അറിയോ? ഹോണടി 24/7 ഉണ്ടാവും. അതായത് ഒരാൾ പോലും ഹോൺ അടിക്കാതെ പോവില്ല. ഹോണിന്റെ മുകളിൽ എന്തോ സെല്ലോ ടൈപ്പ് ഒട്ടിച്ചാണെന്ന് തോന്നുന്നു. എന്തൊരു ഹോണടിയാണെന്ന് അറിയോ? നമുക്ക് 2 ദിവസം നിൽക്കുമ്പോൾ പിന്നെ ഓക്കെ ആവും. ഇത് ഒരുവിധ സിറ്റികളിലൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ പണ്ട് എൻ്റെ വാപ്പൻ്റെ വീട് റെയിൽവേ ലൈനിൻ്റെ തൊട്ടടുത്തേന്. ആദ്യത്തിലൊക്കെ അവിടെ നിൽക്കുമ്പോൾ ട്രെയിൻ പോകുമ്പോൾ സൗണ്ട് കേൾക്കുന്. പിന്നെ നമുക്ക് ട്രെയിൻ പോകുമ്പോൾ തോന്നും ഇത് മ്യൂട്ടായിട്ടാണോ പോകണമെന്ന്. കേട്ട് ശീലമായിട്ടേ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. അതേപോലെ ആ ഒരു 2 ദിവസം കഴിയുമ്പോൾ. പക്ഷേ ആൾക്കാർ ഈ വീഡിയോ ഞാൻ എടുത്ത് കാണുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നം തോന്നുക. എന്ത് ജാതി ഹോണടിയാണെന്നറിയോ? ഹോണമെന്ന് കൈയെടുക്കൂല, അതാ പരിപാടി. ഹോൺ അടിച്ചുകൊണ്ട് പോവുക. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തുടങ്ങും. എന്നിട്ട് പിന്നെ ഓഫീസിൽ എത്തണ വരെ ഹോണടി. നമ്മൾ ഓട്ടോ ചേട്ടൻ വന്നു. നമ്മൾ ഓട്ടോയിൽ കയറി പോവാണ്. നേരെ സൂറത്ത് കോട്ടയിലേക്കൊന്ന് പോയി നോക്കാം. എന്താണ് അവിടുത്തെ കാഴ്ചകൾ എന്നൊക്കെ ഒന്ന് കാണാലോ. ഇവിടുത്തെ ആൾക്കാർക്ക് വായു, വെള്ളം, ഭക്ഷണം എന്ന് പറഞ്ഞ മാതിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമായിട്ടത് പാൻ മസാല. ഇത് ഇവിടെയുള്ള ഭൂരിപക്ഷം ആൾക്കാരും ഈ സാധനം ചവച്ചുകൊണ്ടായിട്ടുണ്ടാകുക. ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചതെന്നറിയോ? നമ്മൾ രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ എത്തിപ്പെട്ടത്. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത്. ഏതൊരു സിനിമയിൽ പറഞ്ഞില്ലേ, മെസ്സിജോ, നമ്മൾ എത്തിയെടുത്ത് തന്നെ എത്തിയറിഞ്ഞില്ലേ, അതേപോലെ ആയിരുന്നു സംഗതി. നമ്മൾ ഓട്ടോ വിളിച്ച് വേറെയിലൂടെയോ പോയി അവസാനം ഈ കോട്ട കാണാമെന്ന് പറഞ്ഞ് പോന്നപ്പം നമ്മൾ ഹോട്ടലിൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നത്. സംഭവം നമ്മൾ നിന്ന ഹോട്ടലിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ കോട്ട. ഇപ്പം നമ്മൾ എത്തിയത് കോഴിക്കോടൊക്കെ ഉള്ള നമ്മളെ മുട്ടായി തെരുവ് പോലൊരു സ്ഥലം കേട്ടോ. ഒരുപാട് ഷോപ്പുകൾ, മുട്ടായി തെരുവിലൊക്കെ ഉള്ള പോലെ തന്നെയുള്ള ഷോപ്പുകൾ, എല്ലാ സാധനവും ഉണ്ട്, എല്ലാ കടകളും ഉണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ വലിയ ബ്രാൻഡഡ് കമ്പനികളുടെ കടകളും ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഷാറൂഖ് ഖാനും ഉണ്ട് കേട്ടോ പാൻ മസാലൻ്റെ പരസ്യത്തിൽ. ഏതാണ്ട് അതിൻ്റെ അപ്പുറത്തേന് നമ്മളെ ഹോട്ടൽ. ഈ കാണുന്ന ഗല്ലിൻ്റെ നേരെ അപ്പുറത്തേന് ഹോട്ടൽ. അവിടെ നിന്ന് നമ്മൾ ഡയമണ്ട് മാർക്കറ്റിലൊക്കെ പോയി തിരിച്ച് കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തിന്. ഇതാണ് നേരത്തെ കാണിച്ച മുട്ടായി തെരുവ് പോലുള്ള സ്ട്രീറ്റ്. അതിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഈ കോട്ടയിലെത്തും. ഇവിടെ വലിയൊരു ബ്രിഡ്ജ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും കോട്ടൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം. വേറൊരു സംഭവം എന്താ അറിയോ? ഇത് ശരിക്കും കോട്ടയല്ല, കൊട്ടാരാണ് കേട്ടോ. ഡ്രൈവറുമായിട്ട് നേരത്തെ കുറച്ചൊരു അംഗം വിട്ടുണ്ടായി. മൂപ്പര് ചോദിച്ച് എങ്ങോട്ടാ ലൊക്കേഷൻ എന്ന്. ഞങ്ങൾ പറഞ്ഞു കോട്ട എന്ന് പറഞ്ഞു. ഫോർട്ട് സൂറത്ത് ഫോർട്ട്. മൂപ്പര് പറഞ്ഞു ഞാൻ ജനിച്ച് വളർന്ന സൂറത്തിൽ ഞാൻ അറിയാത്തൊരു ഫോർട്ടോ, ഇവിടെ ഫോർട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആകെ പ്രശ്നമായി. ഞങ്ങൾ ഗൂഗിളിൽ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്ത്. എന്നിട്ട് മൂപ്പർക്ക് മനസ്സിലായില്ല. അവസാനം ആ ലൊക്കേഷനിലെത്തി. ഇപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോൾ മൂപ്പര് പുറത്തേക്ക് നോക്കിയിട്ട് ഇതാണോ ഇത് നമ്മളെ കൊട്ടാരോ? നമ്മളെ പപ്പുച്ചേട്ടൻ പറഞ്ഞ മാതിരി കൊട്ടാരം, രാജാവിൻ്റെ കൊട്ടാരോ? അത് ശരി, അവിടെയാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ കോട്ട വേറെയും കൊട്ടാരം വേറെയാണ് കേട്ടോ. എനിക്കറിയില്ല ഇനി വേറെ എന്തെങ്കിലും അതിൽ ഐതിഹ്യങ്ങളുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം. കൊട്ടാരത്തിൻ്റെ ചുറ്റിനും കെട്ടുന്നതാണ് കോട്ട എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി അതല്ലെങ്കിൽ ആ നാട്ടുരാജ്യത്തിൻ്റെ ചുറ്റിനും കെട്ടണമാണോ എന്നറിയില്ല. സംഭവം ഇവിടെ ബീരങ്കി സാധനമൊക്കെ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 100 രൂപയാണ് ഇന്ത്യൻസിന്, ഫോറിനേഴ്സിന് 500 രൂപയാണ്. ടിക്കറ്റ് എടുത്തതിന് ശേഷം നേരെ ഇതിൻ്റെ ഉള്ളിൽ കയറാം. ടൂറിസ്റ്റുകളൊന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു ടാഗ് ഇടണം. ടാഗ് ഈ ചേച്ചി തന്നെ ഇട്ട് തരും വേണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് കോട്ട. ഇവിടെ ടൂറിസ്റ്റുകളൊന്നും വലിങ്ങനല്ല, ആരെയും കാണണമെന്നില്ല. ചിലപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ആയതുകൊണ്ടൊക്കെ ആയിരിക്കും. നമുക്കൊന്ന് ഉള്ളിൽ കയറി നോക്കാം. സെക്യൂരിറ്റി ചേട്ടനുണ്ട്. സെക്യൂരിറ്റി ചേട്ടന് മിക്കവാറും ടാഗ് കാണിച്ചു കൊടുത്താൽ മതിയാവും. പോയി നോക്കാം. ഇല്ല, സെക്യൂരിറ്റി ചേട്ടൻ ഒന്നും ചോദിച്ചിട്ടില്ല. അതിൽ കയറുമ്പോൾ തന്നെ നമുക്ക് മുകളിൽ ഉയർത്തിക്കെട്ടിയൊരു കൊടി കാണാം. ആ കൊടി എന്തുകൊണ്ട് ആ കളർ കൊടിയായി എന്നുള്ളതും, ആ കൊടി കാണുമ്പോൾ വേറൊരു കൊടിയൊക്കെ സാമ്യത തോന്നും. അതെന്താ അങ്ങനെ വന്നതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് ചരിത്രം വലിയ വശമല്ല. ആരെങ്കിലും അറിയണമെങ്കിൽ പറഞ്ഞു തരേണ്ടി. പിന്നെ ഇവിടെ ഒരു കല്ലൊക്കെ ഉണ്ട്. എന്നിട്ട് നമുക്ക് കോട്ടേൻ്റെ മെയിൻ എൻട്രീൻ്റെ ഉള്ളിൽ കൂടെ കയറാം. ഇതാണ് കോട്ടേൻ്റെ മെയിൻ ഏരിയ. ഇവിടെ
കണ്ടോ? ആഹാ, അടിപൊളിയാണല്ലോ. കോട്ട എന്ന് തന്നെയാണ് ഞാൻ പിന്നെയും പറയണത്. കോട്ടയാണോ കൊട്ടാരാണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ആകെ കൺഫ്യൂഷനാണ്. പക്ഷെ സംഗതി പറയാലോ, അടിപൊളിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. വേറെ എവിടെയോ എത്തിയൊരു ഫീല്. സംഭവം ശരിയാണ്, ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വേറെ പുറത്തുനിന്നുള്ളൊരു സംഗതി ഇതിലെത്തുന്നില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി, അന്ന് രാജാവും മറ്റേ ഭടന്മാരും ഒക്കെ ആയിട്ട് രാജ്യം ഭരിക്കണ സമയത്ത് എന്തായിരിക്കും ഇവിടുത്തെ ഒരു പ്രൗഢിയില്ലേ? അടിമകളെ കാര്യം, പ്രജകളെ കാര്യം വളരെ കഷ്ടമായിരിക്കും സ്വാഭാവികമായിട്ടും. എന്തായാലും ഇപ്പം ആലോചിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കാനൊക്കെ ഒരു രസമുണ്ട്. അന്ന് രാജാവിനും രാജാവിൻ്റെ ചങ്ക് ബ്രോസനും മാത്രമേ വലിയ രസം ഉണ്ടാവുള്ളൂ, അത് ഉറപ്പാണ്. ഇത് ഞാൻ പ്രാവും കൂടാന്നാണ് വിചാരിച്ചത്, പക്ഷേ ആക്ച്വലി ഇത് പ്രാവും കൂടല്ല. ഇതൊക്കെ ബിഗ് ബോസിലുള്ള പോലെ അടിപൊളി ക്യാമറകളാണ്. പണ്ട് പുലി കിടന്ന നടുമുറ്റാണ്, ഇപ്പോൾ പൂച്ചയാണ് കിടക്കണമെന്നേ ഉള്ളൂ. ഒക്കെ ഒരു കാലം. പിന്നെ വേറൊരു കോമഡി ഉണ്ടായി. നമ്മളെ കൂടെ വന്ന ബാക്കി 3 ആൾക്കും വഴി തെറ്റിയോ എന്നൊരു സംശയം. കാരണം വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. 2 സെക്യൂരിറ്റി ചേട്ടന്മാരുണ്ട്, ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരാണ്. എങ്ങോട്ടോ കയറിപ്പോയിണ് എല്ലാവരും കൂടി. ഒന്ന് നോക്കട്ടെ. നല്ല കാറ്റടിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സൗണ്ടിന് മിക്കവാറും നല്ല പ്രശ്നം ഉണ്ടാവും. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാനാണെങ്കിൽ ഈ പരിപാടി ആദ്യമായിട്ടു. നമുക്ക് ഈ ഡോറ് വഴിയാണ് കയറേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ എന്തോ മ്യൂസിയം ടൈപ്പ് പരിപാടിയാണെന്ന് തോന്നുന്നു. കയറി നോക്കാം. നല്ല AC ഉണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ, ഇവിടെ എന്താ? ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. പിന്നെ അയ്യോ, രാജാവ് ഇപ്പോഴും ഇവിടെ ഉണ്ട് ഗൈസ്. രാജാവ് അങ്ങോട്ട് പോയില്ല. ഇത് പഴയ ഒരു റൂമാണെന്നാണ് പറയണത് ഈ കൊട്ടാരത്തിലെ. ഇത് 2015 പിന്നീട് റീസ്റ്റോർ ചെയ്തതാണ്. ഇവിടെ ആക്ച്വലി വീഡിയോ അലൗഡഡ് അല്ല കേട്ടോ. അലൗഡഡ് അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൈക്ക് കണ്ടപ്പോൾ അവർ ചോദിച്ച് നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ വീഡിയോ എടുക്കുന്നത്? ഞാനാണെന്ന് പറഞ്ഞ്. അപ്പോൾ യൂട്യൂബിലാണെങ്കിൽ വേറെ പെർമിഷൻ എടുക്കണം സ്പെഷ്യലായിട്ട്, അത് അലൗഡഡ് അല്ല എന്ന് പറഞ്ഞ്. പക്ഷെ നമുക്ക് പുറത്തൊക്കെ എടുക്കാം. ഈ മ്യൂസിയങ്ങളുടെ ഉള്ളിൽ പെർമിഷൻ ഇല്ല. യൂട്യൂബിന് മാത്രമാണ് വിഷയം എന്നോട് പറഞ്ഞത്. അല്ലാതെ നമ്മൾ നോർമലി മൊബൈലിൽ എടുക്കണമെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് വേണമെങ്കിൽ യൂട്യൂബ് അല്ല എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അങ്ങനെ ഇപ്പം നമ്മൾ നുണ പറഞ്ഞ് എടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കവിടെ കാണിച്ചു തന്നത് ഒരു എന്താ പറയുക, ഒരു വീഡിയോ ആണ്. 1300 മുതൽ ഇവിടെ ഈ ഒരു അവസ്ഥയിലേക്ക് ആക്കിയത്. ഇത് 2015 റിനോവേഷൻ നടത്തിയതാണ് സൂറത്ത് സർക്കാർ, അതായത് സൂറത്ത് മുനിസിപ്പാലിറ്റി. ഈ ഇന്ത്യ ഗവൺമെൻറ് 2015 റിനോവേഷൻ ചെയ്തതാണ്. അപ്പോൾ 1300 മുതൽ പിന്നെ നമ്മളെ ബ്രിട്ടീഷുകാർ ഭരിക്കണ കാലത്തുണ്ടാക്കിയ അഡീഷൻസും അതേപോലെ 2015 റിനോവേഷൻ വരെയുള്ള സംഗതികളെ ഒരു കാർട്ടൂണിക് പ്രസൻറ്റേഷനായിട്ട് 15 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല അടിപൊളി ഒരു തിയേറ്റർ ഉണ്ട്. അതെന്നാണ് നമുക്ക് കാണിച്ചു തന്നത്. ഏതോ ഒരു ജൂനിയർ SS രാജമൗലി ചെയ്ത സംഭവമാണ്, വർക്കാണ്. കാരണം അടിപൊളിയായിട്ടുണ്ട്, നമുക്കൊരു മിനി ബാഹുബലി കണ്ട ഫീലുണ്ട്. അപ്പോൾ എന്തായാലും ഇനി കോട്ടയ്ക്കൊന്ന് നടന്ന് കാണട്ടെ എന്ന് വിചാരിച്ച്. കാരണം എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ പെർമിഷനുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചെറിയ എന്തെങ്കിലും വീഡിയോസ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു എക്സിറ്റ് ഗേറ്റ് ആണ്. ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് അധികം പോകാൻ പെർമിഷനില്ല. പക്ഷേ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തോന്ന് സെക്യൂരിറ്റി പറഞ്ഞു. ഇവിടെ നോക്കിയാൽ നല്ല ഭംഗിയാണ്, ഈ പാലം കാണാം. അപ്പം അന്ധകാലത്ത് ഈ പാലൊന്നും ഉണ്ടാവില്ല, സ്വാഭാവികമായിട്ടും നിറഞ്ഞൊഴുകുന്ന നദിയുമാവാൻ സാധ്യതയുണ്ട്. ഇന്നിപ്പം വെള്ളം കുറവാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ മ്യൂസിയമാണ് കേട്ടോ. നമ്മൾ ഓരോന്നും കയറി കണ്ടിങ്ങനെ നടക്കുകയാണ്. പക്ഷേ ഉള്ളിൽ വീഡിയോ അലൗഡഡ് അല്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ആ ഷോക്ക് കയറിയപ്പോൾ അവിടെയുള്ള ചേച്ചിയാണ് പറഞ്ഞത് വീഡിയോ എടുക്കാൻ പ്രത്യേകം പെർമിഷൻ വാങ്ങണമെന്ന്. അതുകൊണ്ട് ഉള്ളൊന്നും നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു ഏരിയ മാത്രം വീഡിയോസിലൊക്കെ എടുക്കാം. പല ബിൽഡിങ്ങുകളും പിന്നീട് ബ്രിട്ടീഷുകാർ കൂട്ടിച്ചേർത്തതും ഒക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം കൂടിയാണ് ഇപ്പം കാണുന്ന ഈ കോട്ടയായിട്ട് മാറിയത്. ഉണ്ടല്ലേ, ഡച്ച് ലൈഫ് സ്റ്റൈൽ റൂംസൊക്കെയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതുപോലത്തെ വീഡിയോസ് മാത്രം വരുന്നത്. പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങണം. ഉള്ളിൽ ഫുൾ സെക്യൂരിറ്റിയാണ്. ഒരുപാട് ജോലിക്കാരുണ്ട് ഇവിടെ. വിസിറ്റേഴ്സിനേക്കാൾ കൂടുതലുള്ള ജോലിക്കാരാണ്. ഇവിടെ ഒരു സ്ഥലത്ത് കഫ്തീരിയ എന്നിങ്ങനെ എഴുതി വെച്ചാണ്. ഈ കഫ്തീരിയാന്ന് എഴുതി വെച്ച് കണ്ടപ്പോൾ ഇതിനേട്ടൻ നേരെ അങ്ങോട്ട് കയറിപ്പോയി. ഇതിനേട്ടൻ പോയത് സത്യം പറഞ്ഞ ഒരു ചായ കുടിക്കാമെന്ന് വെച്ചിട്ടാണ്. പക്ഷെ സംഭവം അതല്ല, ഇത് രാജാവിൻ്റെ കാലത്തുള്ള കഫ്തീരിയാണ് കേട്ടോ. അവിടെ ഇപ്പോൾ ചായ ഒന്നും കിട്ടില്ല. അന്നത്തെ രാജാപ്പാട്ട് സ്റ്റൈല് കസാരകളും പിന്നെന്താ പറയുക കൗണ്ടറുകളൊക്കെ ഉണ്ട്. ഒന്നും വീഡിയോ എടുക്കാൻ വയ്യ, എല്ലായിടത്തും സെക്യൂരിറ്റിയാണ്. അങ്ങനെ നമ്മളെ മിഥുനേട്ടനെ ഏതൊരു ഫാമിലി ഹൈജാക്ക് ചെയ്താണ്
ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിനേട്ടൻ കറക്റ്റ് വൃത്തിയിലാണ് ജോലി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഏതായാലും സെക്യൂരിറ്റിനെ ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു. നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചൊരു ഇടനായികയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ എന്തൊക്കെയോ മ്യൂസിയം സാധനങ്ങളുണ്ട്. പക്ഷേ ഈ ഇടനായിക ഭയങ്കര ഭംഗിയാണ്. അതിൻ്റെ എൻഡിലേക്ക് മുകളിലോട്ടൊരു മരത്തിൻ്റെ കോണിയുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ രാജാവിൻ്റെ ബാത്ത് ടബിന്ന് നടന്ന് രാജാവിൻ്റെ റൂമിലേക്ക് പോകുന്ന വഴിയാണെന്നാണ് ഇവിടെ എഴുതി വെച്ച്. സംഭവം കാണാൻ ഭയങ്കര ഭംഗി. മുകളിലൊക്കെ ഒരുപാട് വുഡൻ വർക്ക്സൊക്കെ ഉണ്ട്, കണ്ടില്ലേ? ഭയങ്കര അടിപൊളിയൊരു ഇടനായിക. ഇതുപോലെ ഭയങ്കര രസമുള്ള കുറേ വഴികളുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. പലതും കണക്റ്റഡ് തന്നെയാണ്, മാക്സിമം കണക്റ്റഡാണ്. ഇവിടെയുള്ള ചേച്ചി നമ്മളോടൊരു ദയ കാണിച്ചിട്ടോ, എന്നോട് പറഞ്ഞ് വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുത്തോ, പക്ഷേ സംസാരിച്ചുകൊണ്ട് എടുക്കരുത്, അതായത് വ്ളോഗ് ചെയ്യണ പോലെ എടുക്കരുത്, സംസാരിക്കാണ്ട് വീഡിയോ എടുത്തോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ്. എനിക്ക് ഈ ഒരു ഏരിയ നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി. ഇവിടെ കുറേ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും എന്തായതാന്ന് ഓരോന്നായിട്ട് ഞാൻ കാണിക്കണില്ല. ജസ്റ്റ് അണ്ടർഗ്രൗണ്ടിലേക്കുള്ള ഈ ഒരു അറ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം എന്ന് തോന്നി. പിന്നെ ഇതിങ്ങനെ വെൽ കളേർഡ് ആയിട്ടുള്ള സ്റ്റോൺ ആയിട്ട് നിൽക്കുന്നത് ഇത് 2015 റിനോവേറ്റ് ചെയ്ത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണോണ്ടാണ് കേട്ടോ. അല്ലാതെ അന്നത്തെ അതേ രീതിയിലുള്ള ഗുഹയല്ല ഈ കാണിക്കണത്. അണ്ടർഗ്രൗണ്ടിലേക്ക് കുറച്ച് ഡെപ്തിലേക്ക് ഇറങ്ങിയിട്ടാണ് ഈ ഒരു അറ ഉള്ളത്. ഇവിടെ ഫുള്ള് വിഗ്രഹങ്ങളാണ്. ഏതായാലും ചേച്ചിക്കൊരു താങ്ക്സ്. ചെറിയൊരു അബദ്ധം പറ്റിട്ടോ, ഈ സാധനം ക്യാമറ അല്ല, ലൈറ്റാണ്. ഇത് കാണുമ്പോൾ ക്യാമറ പോലെ തന്നെ ഫീൽ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബിഗ് ബോസിലെ ക്യാമറ പോലെ തന്നെ ഫീൽ ചെയ്യും. പക്ഷേ സംഭവം ഇത് ഈ കോട്ടൻ്റെ മുകളിലേക്ക് രാത്രിയിൽ അടിക്കണ ഹൈ പവർ ലൈറ്റാണ്. അതിപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് അതൊന്ന് തിരുത്തിയതാ. ഓക്കെ, കോട്ട മുഴുവൻ നടന്ന് കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതെ, അപ്പോൾ കോട്ടയും കൊട്ടാരമൊക്കെ ഒന്ന് തന്നെ കേട്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ കൊട്ടാരമുണ്ട്, കൊട്ടാരത്തിന് ചുറ്റും കോട്ടയുണ്ട്. പിന്നെ നമ്മൾ 2 മണിക്കൂർ എടുത്തത് മൊത്തം കണ്ടു തീർക്കാൻ. പക്ഷേ സംഭവം അടിപൊളിയാണ്. ഹിസ്റ്ററിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് സൂറത്തിൽ വരുമ്പം ഒന്ന് കയറി കാണാൻ പറ്റുന്ന സാധനമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എക്സിബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സാധനമൊക്കെ. അപ്പോൾ നമ്മൾ നേരെ ഇനി ഹോട്ടലിൽ പോവാണ്. ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ബാഗും സാധനങ്ങളും എടുത്ത് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് 7:30 മണിക്കാണ് നമ്മളെ ട്രെയിന്. അങ്ങനെ നീതാ അംബാനി വരെ ക്യൂ നിന്ന് കഴിച്ച ആ പലഹാരം, ഗുജറാത്തി പലഹാരം കഴിക്കാൻ വേണ്ടി ബോംബെക്ക് പോവാണ്. ഒരു പഴയ ടൈപ്പ് ഓട്ടോ കിട്ടിയിട്ടോ, നമ്മളെ മീറ്ററൊക്കെ ഉള്ള. ഇത് യൂബർ അല്ല, നമ്മളല്ലാണ്ട് തന്നെ വിളിച്ചതാണ്. കോഴിക്കോടുള്ള ഓട്ടോ ചേട്ടന്മാരാണ് കേരളത്തിലെ ഏറ്റവും നല്ല ഓട്ടോ ചേട്ടന്മാരെന്ന് എവിടെയൊക്കെയാണ് കേട്ടത്. അതേപോലെ തന്നെയാണ് ഗുജറാത്തിലുള്ള ഓട്ടോ ചേട്ടന്മാരും അടിപൊളിയാട്ടോ. ഇതുവരെ ഉണ്ടായ എക്സ്പീരിയൻസിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. വേറെ ഭയങ്കര വലിയ പൈസ പറയാം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മളിവിടെ യൂബർ ഉപയോഗിക്കുന്ന ഓട്ടോറിക്ഷക്കാർ കുറവാണ്. അപ്പോൾ അല്ലാണ്ട് വിളിക്കേണ്ടി വരുന്ന അവസ്ഥ വരും അധികവും. അപ്പോൾ അങ്ങനെ വിളിച്ചാലും വലിയ പൈസയൊന്നും പറയില്ല. നമ്മൾ യൂബറിൽ കാണിക്കുന്ന അതേ പൈസ അവർ പറയുന്നുള്ളൂ. പിന്നെ നേരെ ഇന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായി. രാവിലെ നമ്മൾ യൂബറിൽ ലൊക്കേഷൻ കൊടുത്ത് തെറ്റിപ്പോയി. അപ്പോൾ വേറൊരു ലൊക്കേഷനിലെത്തി. അവിടെ നിന്ന് നമ്മൾ പറഞ്ഞതല്ല, നമ്മളോട് ലൊക്കേഷൻ തെറ്റിയതാണ്, നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. നമ്മൾ ഡയമണ്ട് മാർക്കറ്റ് പറഞ്ഞ്. അപ്പോൾ അവൻ പറഞ്ഞ് ഓക്കെ പ്രശ്നമല്ല, ഞാൻ ഇറക്കി തരാമെന്ന് പറഞ്ഞ് യൂബർ ക്ലോസ് ചെയ്ത്. അപ്പോൾ 50 റുപ്യ യൂബറിന്, അതിന് 55 റുപ്യ. അപ്പോൾ അതവിടെ ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഇറക്കി തരാമെന്ന് പറഞ്ഞ് നമ്മൾ പൈസയൊന്നും ചോദിച്ചില്ല. അവിടെ എത്തിയപ്പം നമ്മൾ ചോദിച്ചു എത്ര വേണ്ടിയെന്ന് ചോദിച്ചു. പറഞ്ഞ് സാറ് ചെയ്തോന്ന് പറഞ്ഞ്. ഇതും ചോദിച്ചു 100 മതിയോ എന്ന് ചോദിച്ചു. 100 എന്ന് കാണിച്ചു കൊടുത്ത്. എല്ലാവർക്കും ഹിന്ദിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ കറക്റ്റ് മനസ്സിലാവില്ല, കുറേയൊക്കെ ഗുജറാത്തിയാണ്. അപ്പോൾ 100 എന്ന് കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു ഓക്കെ ചെയ്തോന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം എല്ലാവരും എല്ലായിടത്തും മോശമൊന്നുമല്ല, ഉഷാറാണെന്ന് പറയാം. അപ്പോൾ നമ്മളെ ബാഗ് എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ഓക്കെ ഭയ്യ, താങ്ക് യു. നമ്മൾ നടന്ന് പോകാൻ കേട്ടോ പ്ലാനറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, അതുകൊണ്ട് ഒരു ഈവനിങ് വാക്ക് ആയിക്കോട്ടെ. സംഭവം ഇവിടെ ഇപ്പോൾ 7 മണിയായിട്ടോ, പക്ഷെ നല്ല വെളിച്ചമാണ്. ഇവിടെ ലേറ്റായിട്ട് സൂര്യൻ അസ്തമിക്കുള്ളൂ. നമുക്ക് 7:40 മുംബൈയിലേക്കുള്ള ട്രെയിന്. എന്നാലും നമുക്ക് പരിചയമില്ലാത്ത സ്റ്റേഷനൊക്കെ അല്ലേ, അവിടെ ചെന്ന് പ്ലാറ്റ്ഫോമൊക്കെ നോക്കി ബോഗിയൊക്കെ നോക്കി നിൽക്കണം. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ അങ്ങ് എത്താമെന്ന് വിചാരിച്ചു. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് കേട്ടോ. മഴ സ്ട്രോങ് ആവുന്നതിന് മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. പിന്നെ നമ്മൾ ഇന്നലെ നിന്ന് ഹോട്ടലിലെ സ്റ്റാഫൊക്കെ ഭയങ്കര നൈസ് സ്റ്റാഫിന് കേട്ടോ. ഭയങ്കര കോപ്പറേറ്റിംഗ് ആണ്, ഫ്രണ്ട്ലി ആണ്. നൈസ് ഹോട്ടലാണ്, നല്ല വൃത്തിയുള്ള ഹോട്ടലാണ്, ലേ ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതേ പേരുള്ള ഒരു ഹോട്ടലാണ് നമ്മൾ മുംബൈയിലും ബുക്ക് ചെയ്ത്. ഇവരെന്നെ ഹോട്ടലാണെന്നാണ് വിചാരിക്കണത്, നമ്മൾ ഓൺലൈനാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ പോയി നോക്കാം. ഇതാണ് സൂറത്ത് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ മെയിൻ എൻട്രി വഴി കയറി നോക്കാം. മഴ ഇതുവരെ സ്ട്രോങ് ആയി തുടങ്ങിയില്ല, ചെറുതായിട്ടൊന്ന് ചാറിപ്പോയിട്ടുള്ളൂ. ഇതിലുള്ള 12904 MMCT ഗോൾഡൻ ടെമ്പിൾ ആണ് കേട്ടോ നമ്മളെ ട്രെയിൻ. അത് പ്ലാറ്റ്ഫോം നമ്പർ 2 വരിക എന്നാണ് കാണിച്ചത്. അപ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോം 2 പോവാം. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ജന റെയിൽവേ സ്റ്റേഷനിൽ. നമ്മൾ വൻ ക്രൗഡാണ്. ഇപ്പോൾ ഒരു ട്രെയിൻ വേറെ വരാനും ഉണ്ട്, ഇൻ്റർസിറ്റി വന്നിട്ടുണ്ട് വഡോദരയ്ക്കുള്ള.
അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. ഞാൻ ഈ നിൽക്കണ സ്ഥലം തന്നെ ഇവിടെ ഒഴിവുള്ളൂ. അമ്മാതിരി തിരക്ക്. എല്ലാവരും ജോലി കഴിഞ്ഞൊക്കെ വീട്ടിൽ പോകുന്ന സമയമായിരിക്കും. അതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ജനറൽ കമ്പാർട്ട്മെൻറ്റും കൂടിയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മളെ ട്രെയിൻ വരാൻ. നമ്മളെ ട്രെയിൻ ചെറുതായിട്ട് പ്ലാറ്റ്ഫോം ഒന്ന് മാറ്റി ഈ പ്ലാറ്റ്ഫോമിൽ വരും എന്നാണ് പറഞ്ഞത്. B1 ആണ് നമ്മളെ ബോഗി. അതുകൊണ്ട് നമ്മളിവിടെ തന്നെ ഇരുന്നാൽ മതി. നമ്മൾ B1 എന്തായാലും ട്രെയിനിൽ കയറണം. നല്ല തിരക്കാണ്. പിന്നെ അടക്കം ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകും. നമുക്ക് ട്രെയിനിൽ കുറച്ച് ഗുജറാത്തി ഫ്രണ്ട്സിനെ കിട്ടിയാണ്. ഇവരെല്ലാവരും കൂടി ബാങ്കോക്ക് പോവാണ്. അതിന് മുംബൈ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇതിൽ ഈ കറുപ്പ് ഷർട്ട് ഇട്ട ആള് മുഴുവൻ മലയാള സിനിമ സബ് ടൈറ്റിലിട്ട് കാണുന്ന ആളാട്ടോ. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ മുംബൈയിൽ എത്തിയിരിക്കുകയാണ്. ബോറിവല്ലി സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. ഇവിടെ നിന്നാണ് നമുക്ക് നമ്മളെ ഹോട്ടലിലേക്ക് അടുത്ത്. ഇവിടെ നിന്ന് നമുക്ക് ഒരു യൂബർ എടുത്തിട്ട് നേരെ റൂമിൽ പോവാം. ഒരു അരമണിക്കൂർ ദൂരമുണ്ട്. നല്ല മഴ പെയ്ത് തോർന്ന് നിൽക്കുക കേട്ടോ. ഫുള്ള് വെള്ളമാണ് റെയിൽവേ സ്റ്റേഷനിലൊക്കെ. എന്തായാലും നമുക്ക് നേരെ ഒരു യൂബർ എടുത്ത് പെട്ടെന്ന് പോവാം. അടുത്ത മഴൻ്റെ മുന്നേ ഹോട്ടലിലെത്തണം. ഇതാണ് കേട്ടോ വന്നിറങ്ങുമ്പോഴുള്ള അവസ്ഥ. മഴ തോർന്നിങ്ങനെ നിൽക്കുകയാണ്. പണ്ടത്തെ ഹിന്ദി സിനിമയിലൊക്കെ കാണുന്ന ടൈപ്പ് ഒരു ബസ്. ഏതായാലും കുറച്ച് അപ്പുറത്തേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. ഇവിടെ യൂബർ കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടേക്കും. ഒന്നപ്പുറത്തേക്ക് പോയി നിന്നാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടും. ഇതാണ് ബോറിവല്ലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോകുമ്പോഴുള്ള കാഴ്ച. ഈ ഒരു ജംഗ്ഷൻ ഒന്ന് കവർ ചെയ്താൽ അപ്പുറത്ത് നമുക്ക് വണ്ടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ ഏതാണ്ട് എല്ലാ ബസ്സും ഈ റുക്കാട്ടോ. അങ്ങനെ നമുക്കൊരു ഓട്ടോ കിട്ടിയാണ്. ഇതിൽ കയറി പോവാം. ഇവിടെ യൂബറിൽ കിട്ടാൻ എളുപ്പം ഓട്ടോറിക്ഷയാണ്. അതുകൊണ്ട് ഓട്ടോ വിളിച്ചു. കാറ് വരാൻ സമയമെടുക്കും. അതുകൊണ്ട് ഇനി ഒരു അരമണിക്കൂർ ഓട്ടോയിൽ പോകണം നമ്മളെ റൂമിലെത്താൻ. ഇവിടെ അങ്ങാടിയൊക്കെ നല്ലോണം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ടിട്ട്. മഴ പെയ്തുകൊണ്ട് ഗ്ലാസ് ക്ലിയർ അല്ല. നമുക്ക് എത്ര കാണണമെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഓർമ്മയായി പണ്ട് ഖത്തറിലൊക്കെ പോയി ഇറങ്ങുമ്പോൾ എയർപോർട്ടിൽ നിന്ന് ദോഹയിലേക്ക് ഇങ്ങനെ വണ്ടി പോകുമ്പോൾ കണ്ടണി ഈ കാഴ്ച. ഇതേപോലെ ലൈറ്റ് പില്ലറിലൊക്കെ കെട്ടി തൂക്കിയിട്ട്. ബോംബെ മോശമൊന്നുമല്ല കേട്ടോ. ഒക്കെ സെറ്റാണ് കാര്യങ്ങൾ. ആധുനിക മുംബൈയുടെ ഫ്ലാറ്റ് സമുച്ചയങ്ങളാട്ടോ കാണുന്നൊക്കെ. സന്തോഷ് ജോർജ് കുളങ്ങര പറയണ പോലെ. മിഥുനേട്ടൻ പറഞ്ഞ എന്താ വെച്ചാൽ ആ കാണുന്ന ഓരോ പൊത്തിനും 2 കോടി റുപ്യാണ്. ബോംബെ ആയാലും ഗുജറാത്ത് ആയാലും ഇന്ത്യൻ്റെ കളി ക്രിക്കറ്റ് ഉണ്ടോ പിന്നെ തന്നെ കേട്ടോ കാഴ്ച. അതിലൊരു മാറ്റമില്ല. അങ്ങനെ നമ്മളെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നേരെ ചെന്ന് ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. രാവിലെ തുടങ്ങിയതാണ്. ഇത് നമ്മൾ ഇന്നലെ താമസിച്ച അതേ കമ്പനീൻ്റെ ഹോട്ടലല്ല. അതേ പേരുള്ള വേറെ ഹോട്ടലാണ്. പക്ഷെ നല്ല വൃത്തിയുള്ള അടിപൊളി ഒരു ഹോട്ടൽ. പുറത്തും നല്ല മഴ പെയ്തിട്ട് വെള്ളമൊക്കെ ആയിട്ട് റോട്ടിൽ. ഓട്ടോറിക്ഷ വെള്ളമൊക്കെ ഇങ്ങനെ സ്പ്ലാഷ് ചെയ്താണ് ഇവിടെ എത്തി. രാവിലത്തേക്ക് അതൊക്കെ ഒന്ന് ഡ്രൈ ആവുമെന്ന് പ്രതീക്ഷിക്കണം. ഇനി റൂം കിട്ടിയിട്ട് നല്ലോണം ഒന്ന് കിടക്കണം. ഇതാണ് നമ്മളെ റൂം. നല്ല അടിപൊളി റൂമാണ്. എല്ലാ സൗകര്യമുണ്ട്. ഓക്കെ, സമാധാനമായി. നല്ല റൂം കിട്ടിയാൽ ഒരു സമാധാനമാണ്. കിടന്നുറങ്ങാലോ. അങ്ങനെ നമ്മൾ മുംബൈയിലെത്തി. നമ്മൾ എന്തിനാണ് വന്നതെന്ന് അറിയാലോ. നമ്മളൊരു ഫോളോവർ പറഞ്ഞിട്ട് അംബാനിയും ഭാര്യയും കുടുംബസമേതം ക്യൂ നിന്ന് കഴിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ഗുജറാത്തി പലഹാരം കഴിച്ചു നോക്കാനാണ്. സ്വാതി സീഡ്സ് എന്ന് പറയുന്ന ഒരു ബേക്കറിയിലാണ് ഈ സാധനം കൊടുക്കണമെന്നാണ് അറിയാൻ പറ്റിയത്. അതുകൊണ്ട് നമുക്ക് എന്തായാലും നാളെ ആടം വരെ ഒന്ന് പോയി നോക്കാം. ഓക്കെ.